ഭാഗവത നവാഹ യജ്ഞം ഇന്ന് നമ്മൾ ഭഗവാന്റെ അപാര കാരുണ്യം, ഗുരുനാഥന്റെ അപാര കാരുണ്യം, നമ്മളുടെ എല്ലാ പരമ്പരകളിലൂടെയുള്ള പിതൃക്കളുടെയൊക്കെ ഒരേ ഒരു വാത്സല്യം, കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു സംവിധാനത്തിൽ കൂടിയാണെങ്കിൽ പോലും അത് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കുക. എത്ര ജന്മങ്ങൾ ഉണ്ടെങ്കിലും അപ്പോഴൊക്കെ നമുക്ക് വേണ്ടത് ഒരേ ഒരു പ്രാർത്ഥന, ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായത്തെ. ധ്രുവനും പ്രഹ്ലാദനും അതുപോലെ തന്നെ പ്രചേതസ്സുകളും കുന്തിയും രുക്മിണി ദേവിയും 16,108 പത്നിമാര് ആയിട്ടുള്ള സജ്ജനങ്ങൾ എല്ലാവരും എന്താണ് അവിടെ ആഗ്രഹിച്ചിരുന്നത്? യക്തേ സുജാത ചരണാംബുരുഹം സ്തനേഷു. അല്ലെ, നമ്മുടെ മനസ്സിൽ നമ്മളെ കർമ്മങ്ങൾക്ക് ആധാരമായിട്ട് നിൽക്കുന്ന ആ കണ്ണനെ ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ സാധിക്കണം. ആ രൂപം ഒന്ന്, അവിടുത്തെ ആ തൃപ്പാദങ്ങളെ ഒന്ന് മനസ്സിൽ, ഈ കലുഷിതമായിട്ടുള്ള മനസ്സിൽ ഭഗവാന്റെ തൃപ്പാദങ്ങൾ വെക്കാൻ സാധിക്കില്ല. അപ്പൊ എന്ത് വേണം? നമ്മുടെ കലുഷിതമായിട്ടുള്ള മനസ്സിനെ എല്ലാം ശുദ്ധമാക്കി ആ കണ്ണന്റെ പാദം വെക്കാനുള്ള പാദത്തിന് കണ്ണൻ വേണ്ട പോലെ ആക്കിത്തരണം. നമ്മുടെ ഉള്ളിലുള്ള ആ ശത്രുക്കളെ മുഴുവൻ മാറ്റി, കലിദോഷങ്ങളായിട്ടുള്ളത് മുഴുവൻ, കാമക്രോധാദികളെ മുഴുവൻ മാറ്റി ശുദ്ധമായിട്ടുള്ള മനസ്സിൽ നമുക്ക് ആ കണ്ണന്റെ തൃപ്പാദങ്ങൾ തെളിഞ്ഞു കാണാൻ സാധിക്കുക. ഈ ഒരു പ്രാർത്ഥനയാണ് ഏത് ഭക്തന്മാരുടെയും പ്രാർത്ഥന. അവർക്കൊന്നും ഈ മുക്തിയോട് താല്പര്യമില്ല. ഋഷഭദേവൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ മുക്തിം ദദാതു മുകുന്ദ എന്ന് പറയും. പക്ഷെ മുക്തിയൊക്കെ ഭഗവാൻ എല്ലാവർക്കും കൊടുക്കും. പക്ഷെ ഭക്തി അത് കിട്ടണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അത് നേടിയെടുക്കണമെങ്കിൽ സ്വയം നമ്മൾ ആർജിച്ചെടുക്കണം. ഇപ്പൊ ഇതാ ഉദ്ധവനോടും അവസാനം എന്താ പറഞ്ഞത്? ഉദ്ധവൻ അവസാനം എന്നിട്ടും ആ രണ്ടെന്നുള്ളത് വിടാൻ ബുദ്ധിമുട്ട് വരിക ഉദ്ധവൻ. വീണ്ടും വീണ്ടും എത്ര ജ്ഞാനം അങ്ങ് പൂർത്തിയായി കഴിഞ്ഞിട്ടും ഉദ്ധവൻ പിന്നെയും ചോദിക്കുക, അല്ല ഭഗവാനെ, അങ്ങ് പോവുകയാണെങ്കിൽ ഞാൻ മാത്രമായിട്ട് ഇവിടെ നിൽക്കുന്നത് എന്തിനാ? അല്ലെ, ഈ വൃഷ്ണിവംശം മുഴുവൻ അങ്ങ് തകർത്തിട്ടാ പോയത്. അപ്പൊ അക്കൂടെ എന്നെയും കൂടി അതിലൂടെ അങ്ങയുടെ കൂടെ കൊണ്ടുപോകരുതോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോഴാണ് ഉദ്ധവനോട് പറഞ്ഞു, ഉദ്ധവ, എത്രയൊക്കെ ജ്ഞാനം, പാണ്ഡിത്യം ഒക്കെ നമുക്ക് വായിച്ച് അറിഞ്ഞെടുക്കാൻ സാധിക്കും. പക്ഷേ ഈ ഭക്തി എന്നുള്ളത് അത് സ്വയം ഉണ്ടായാൽ മാത്രമേ സാധിക്കുള്ളൂ. എനിക്കൊരിക്കലും പറ്റില്ല. അല്ലെ, ഗുരുനാഥൻ ഒരിക്കലും തന്റെ മസ്തിഷ്കം എടുത്തും ശിഷ്യന് വെച്ച് കൊടുക്കാൻ സാധിക്കും? ഒരിക്കലും പറ്റില്ല. ഇതൊക്കെ കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. അത് ഭഗവാനാണെങ്കിൽ പോലും അത്രേ പറ്റുള്ളൂ എന്ന് പറയാണ്. ഉദ്ധവന് പോലും അത് പറ്റുന്നില്ല. ഉദ്ധവനോട് വരും ഭഗവാൻ പറയുന്ന അതാണ്, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത്. ഇപ്പോഴും ഉദ്ധവൻ അവസാനം ചോദിക്കുന്നത് എന്താണ്? ഭക്തിയുടെ അല്ലെ ആ അവസ്ഥ ഒന്നുകൂടി ഭഗവാനെ ഒന്ന് പറഞ്ഞു തരണം. എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഈ സംശയങ്ങൾ പിന്നെയും നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം അത്രയും എന്താണ് പാരമ്യത്തിലെത്തിയ ഉദ്ധവന് വീണ്ടും വീണ്ടും ആ സംശയങ്ങൾ വന്നിട്ടുണ്ട് ഉള്ളപ്പോ, അപ്പൊ ഭഗവാൻ തന്നെ പറയുന്നത് എന്താണ് ശരിക്ക്? അല്ലെ, സുജാതയാ ഭക്തിയാ, തൻ്റെ ഉള്ളില് ഉണ്ടാകേണ്ടതാണ് ഭക്തി. അതെങ്ങനെ ഉണ്ടാവും? അതിനാണ് അല്ലെ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തത് വർണ്ണാശ്രമ ധർമ്മങ്ങൾ. എന്തിനാ യുധിഷ്ഠിരന് വർണ്ണാശ്രമ ധർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? യുധിഷ്ഠിരൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ പ്രഹ്ലാദന് ഇങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാതെ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ സുഖമായിട്ട് നിൽക്കാൻ സാധിക്കുന്നത് ചോദിച്ചപ്പോൾ, ഒരു അത്ഭുതമായിട്ട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അങ്ങനെ നിൽക്കണം എന്ന് തോന്നുന്നുണ്ടോ യുധിഷ്ഠിരന്? എന്നാ ഞാൻ ഒരു നിയമം പറഞ്ഞു തരാം, നിയമം പാലിച്ചാൽ മതി എന്ന് പറയുകയാണ്. അപ്പോഴാണ് വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം എന്ത് ജ്ഞാനത്തിന്റെയും എത്ര ശാസ്ത്രത്തിന്റെയും, ഇന്ന് രാവിലെ വിജയലക്ഷ്മി ടീച്ചർ പറഞ്ഞു, വിജയലക്ഷ്മി അമ്മ പറഞ്ഞു, ഇന്നലെ എന്താണ് വത്സലാകുമാരി അമ്മ പറഞ്ഞു, ഇവരുടെയൊക്കെ ഇതിൽ നിന്നും ഒക്കെ നമുക്ക് കേട്ടതാണ്. എത്രയൊക്കെ നമുക്ക് പാണ്ഡിത്യം ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഈ സറണ്ടറിങ് ആയിട്ടൊരു ഭക്തിയിലേക്ക് എത്തണമെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാന്നർത്ഥം. എല്ലാം കൊണ്ടും വേണം. ഭാവം കൊണ്ട് നമുക്ക് ആരോടും ഒരു വിരോധം ഇല്ലാത്ത ഒരു അവസ്ഥ എത്താൻ സാധിക്കും. ആർക്കെങ്കിലും പറ്റൂ? നമുക്ക് ആലോചിച്ച് നോക്കൂ. നിസാര കാര്യത്തിന് പോലും നമുക്ക് പെട്ടെന്ന് നമ്മൾ ക്ഷോഭിക്കുകയാണ്. അവിടെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ക്ഷോഭിക്കുന്നു. അപ്പം എല്ലാം ഈശ്വര ഏച്ഛയാന്ന് വിചാരിച്ചാൽ പിന്നെ ആരോടാ കോപിക്കുക?
പിന്നെ ആരോടായി കോപിക്കുന്നത് അല്ലേ? എൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നതും ഈശ്വരൻ, അപ്പുറത്ത് ഉള്ളവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നതും ഈശ്വരനാണെങ്കിൽ പിന്നെ ഈ എൻ്റെ കർമ്മത്തിൽ ചെയ്യുന്ന എൻ്റെ ഈശ്വരനെ ഞാൻ നമസ്കരിച്ചിട്ട് എന്താ കാര്യം? ആലോചിക്കുന്ന വിഷയമാണ്. നമ്മൾ ഈശ്വരനെ ഗംഭീരമായിട്ട് നമ്മൾ നമസ്കരിക്കുന്നു, മറ്റുള്ളവരുടെ ഉള്ളിലുള്ള ഈശ്വരനെ നമ്മൾ കാണാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഇതൊന്നാണെന്നുള്ളൊരു സത്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആരോടാ നമുക്ക് പരിഭവം? ആരോട് നമുക്ക് പിന്നെ ദ്വന്ദ്വമായിട്ടുള്ളൊരു ഭാവം? എല്ലാം ഒന്ന് തന്നെ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരണം. ഇതാണ് അവസാനം അല്ലേ ആ ഘടാകാശത്തിന്റെ വിശ്വാസം പറഞ്ഞില്ലേ, ഒരേ ശ്വാസമേ ഉള്ളൂ, ഇവിടെ ഒറ്റ ശ്വാസമേ ഉള്ളൂ അല്ലേ? ഈ വായു പോകുന്ന വഴികള് ഓരോരോ പേരിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ വഴിക്ക്, ആ ശ്വാസത്തിന് അല്ലേ? അപാനൻ, പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? പ്രത്യേകം വായുക്കളാണോ? അല്ല. നമ്മളൊക്കെ അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. പിന്നെന്താണ്? ഇന്ന സ്ഥലത്തു കൂടെ ആ വായു പോകുമ്പം അതിനെ ഒന്നുകിൽ വലിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അതിനെ എടുക്കുന്നതായിരിക്കും. അതിനെ പോകുന്നതിന് ആ പ്രവൃത്തി ചെയ്യുന്നതിന്റെ ആ സമയത്ത് അതിന് ആ പേര് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളുടെ ഉള്ളിലൂടെ ഇങ്ങനെ ചലിക്കുമ്പോൾ എന്തായി? പ്രാണൻ അല്ലെ, ജീവൻ, ജീവൻ, എൻ്റെ പ്രാണൻ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പൊത്തിപ്പിടിക്കും ആരും കാണാതെ. അത്രയ്ക്ക് സ്നേഹം നമ്മുടെ പ്രാണനെ. എന്നാൽ ഈ വായു തന്നെയാണ് സകല ജീവജാലങ്ങളുടെ ഉള്ളിലൂടെ ഈ ശ്വാസോച്ഛ്വാസമായിട്ട് പോകുന്നതെന്ന് നമുക്ക് ഒരിക്കൽ ചിന്തിക്കാൻ സാധിക്കുമോ? ഒരിക്കൽ ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാല്, അത് ഉറപ്പിക്കാൻ സാധിച്ചാല് പിന്നെ ആരോടാ നമുക്ക് വൈരാഗ്യം ഉണ്ടാകുക? ഇതാണ് അദ്വൈതം. ആ അദ്വൈത ഭാവത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുക. അങ്ങനെ ഉയർന്നാല് പിന്നെ നമ്മൾ നിസ്സംഗരായി, നമ്മളെ പിന്നെ ഈ സുഖദുഃഖങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഇതാണ് നമുക്ക് നേടിയെടുക്കേണ്ടത്. ഇതാണ് ഈ ഗോപികമാരും യശോദാനന്ദന്മാരും പോരാ വ്രജത്തിലുള്ള സകല ആളുകളും നേടിയെടുത്തത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അല്ലേ? ഭഗവാന്റെ ആ ഒരു സാമീപ്യം കൊണ്ട് അവർക്കൊക്കെ അത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ, അതുകൊണ്ടാണ് ഇന്നും നമുക്ക് ഈ വൃന്ദാവനത്തിലേക്ക് ധാരാളം ആൾക്കാർ പോകുന്നതിന്റെ പ്രത്യേകത തന്നെയാണ്. ഇന്നിപ്പോ വൃന്ദാവനം മാറി. പണ്ടൊക്കെ വൃന്ദാവനത്തില് പറയാറുണ്ട് വീടുകൾക്കൊന്നും പൂട്ടില്ല എന്നാണ് പറയുക. വീടുകളിലൊന്നും പൂട്ടില്ല. കാരണം എന്താണ്? അവിടെ എല്ലാം അവരുടെ സ്വന്തം എന്ന് പറയുന്ന അവിടെ ഒന്നും ഇല്ല. എല്ലാം രാധയുടെയാണ്. എല്ലാം രാധയുടെയാണ്. അപ്പൊ പോയാലും ആർക്കാണ്? പോയാലും രാധയുടെ ഇത് പോയി. അങ്ങനെയുള്ളവർക്ക്. അപ്പം ഇപ്പൊ കുറേശ്ശെ പൂട്ടൊക്കെ തുടങ്ങി. എന്തേ കാരണം? മലയാളികള് കുറച്ചു പേര് അവിടെ ചെന്ന് അല്ലേ, ആ വൃന്ദാവനത്തിൽ ചെന്ന് പെട്ടു കുറച്ച് മലയാളികള്. അതുകൊണ്ട് ഇപ്പം പൂട്ടൊക്കെ തുടങ്ങി. ഇപ്പം മാറി തുടങ്ങി. സത്യമാണ്, ശരിയാണ് പറഞ്ഞത്. അവിടെയും കലി ബാധിക്കാൻ തുടങ്ങി എന്ന് പറയാണ്. അപ്പം കുറച്ചെങ്കിലും നമുക്കത് അനുഭവം കിട്ടണമെങ്കിൽ ഇന്നിതാ വൃന്ദാവനത്തിൽ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ചെന്ന് അവിടുത്തെ വ്രജവാസികളെ നമ്മൾ കാണണം. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോയ ആൾക്കാരെ അല്ല കാണണ്ടേ. വൃന്ദാവനത്തിൽ ചെല്ലുമ്പം അവിടുത്തെ വ്രജവാസികളായിട്ടുള്ള ആൾക്കാരോടുകൂടി ഒന്ന് ആ അനുഭവങ്ങൾ ധാരാളം, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കാം. ഇന്നും ആ ഭഗവാൻ അവിടെ വനഭോജനം നടത്തുന്ന അവിടെ ഇന്നും അവർ റൊട്ടി ഉണ്ടാക്കി വരുന്നവർക്കൊക്കെ ഭക്ഷണമായിട്ട് അവിടെ കൊടുക്കുന്നു. ഒരു പണത്തിനോടുള്ള ഇതുകൊണ്ടൊന്നും അല്ലാതെ തന്നെ വരുന്നവർക്കൊക്കെ ആ കണ്ണന്റെ പ്രസാദം എന്നുള്ള രീതിയിൽ, അങ്ങനെയുള്ള രീതിയിലുള്ള ഭാവങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നാൽ അനുഭവപ്പെടാൻ സാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് ഭാവഗ്രാഹി ജനാർദ്ദന, ആ ഒരു ഭാവത്തോടുകൂടി പോകണം. അല്ലാതെ ഇപ്പം വൃന്ദാവനത്തിലേക്ക് വന്നിട്ട് ഇതൊക്കെ പറയുന്ന കേട്ടാ വലിയ കേമ വൃന്ദാവനം, അവിടെ ചെന്ന് കഴിഞ്ഞാല് അല്ലേ ഇത്രയും വൃത്തികെട്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞങ്ങ് തോന്നിക്കഴിഞ്ഞാൽ കാര്യമില്ല. നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള സൗന്ദര്യത്തിലാണ് നമ്മളെല്ലാം വിലയിരുത്തുന്നത് അല്ലേ? നമ്മളെല്ലാം ഈ ഭൗതികമായിട്ടുള്ള, പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള സൗന്ദര്യം കാണാൻ നമുക്ക് സാധിക്കണം. അവിടുത്തെ ഓരോ പശുക്കുട്ടികളിലും, അവിടുത്തെ ഓരോ പുല്ലിലും, അവിടുത്തെ ഓരോ ജീവനുകളിലും ഉള്ള ആ എന്താണ് നിഷ്കളമായിട്ടുള്ള ഒരു ഭാവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ വൃന്ദാവനം നമുക്ക് എന്നും അല്ലെ ധന്യം വൃന്ദാവനം എത്ര ഭക്തർ നിത്യജാന്ന് ആ മഹാത്മ്യത്തിൽ പറഞ്ഞതിന്റെ അന്വർത്ഥമായിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെടും അവിടെ ചെല്ലുമ്പോൾ. എന്തായാലും നമുക്ക് കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ തന്നെ ഈ വർഷവും യാതൊരുവിധ തടസ്സവും കൂടാതെ ആ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ 9 ദിവസമായിട്ട് ഭാഗവതത്തെ നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പലതരത്തിലുള്ള തിരക്കുകൾ ഒക്കെ ഉണ്ടായെങ്കിൽ പോലും എന്താണ്, നമ്മളെ എത്രയോ പേര്, എല്ലാവരും അമ്മമാരൊക്കെ ഒരേ മനസ്സോടുകൂടി തന്നെ 5:15 നമ്മളിത് ഈ വേദിയിലേക്ക് വന്നാൽ പിന്നെ പോകുന്നത് 7:30 ആകുമ്പം അതേവരെ നമുക്ക് വേറെ ഒരു ചിന്തയില്ല എന്നുള്ളതാണ് അതെ. പിന്നെയും സമയം പോരാ. ഇപ്പം കീർത്തനം പാടാൻ ഇനി പാടി തീർന്നിട്ടില്ല ഇപ്പോഴും.
ഇത്തവണ തീരെ കുറവുമായിരുന്നു. അപ്പം ഇനി കീർത്തനത്തിനും കൂടെ ഇനി നറുക്ക് ഗുരുവായൂരപ്പനെ കൊണ്ട് നിശ്ചയിക്കണമെന്ന് ആലോചിക്കേണ്ട അവസ്ഥയായി ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഓരോന്നിനും ഇപ്പം എന്താ ചെയ്യാ അല്ലെ? ഗുരുവായൂരപ്പനാണ് ഇത് ഓരോന്നും ഇങ്ങനെ ചെയ്യിച്ചു കൊണ്ടുവരുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു മഹായജ്ഞം ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. നമ്മൾ പറയുന്നത് പോലെ തന്നെ 4 ശ്ലോകങ്ങൾ നമ്മുടെ ഏത് സത്സംഗത്തിൽ നിന്നും ഒക്കെ നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഒന്ന്, ഇപ്പൊ പറഞ്ഞത് തന്നെ എല്ലാവരുടെ ഉള്ളിലുള്ള ഒറ്റ ചൈതന്യം, ആ പൂർണ്ണ ബ്രഹ്മം, അതിനൊരിക്കലും അല്ലെ, അത് അജാതനാണ്, അതുണ്ടാകുന്നില്ല, അത് നശിക്കുന്നില്ല, ഒന്നുമില്ല, അതിങ്ങനെ നിലനിൽക്കുന്നു. അപ്പൊ ഈ ആകാശത്തിന്റെ അല്ലെങ്കിൽ വായുവിന്റെ ഇടയിലൊരു കുടം വന്നു വിട്ട പോലെ നമ്മളൊരു കുടമായിട്ട് അങ്ങനെ വന്നു വിട്ടു. ഇതിന്റെ ഉള്ളിലുള്ള വായുവും പുറത്തുള്ള വായു ഒക്കെ ഒറ്റ വായു. ഈ കുടം, ഈ പഞ്ചഭൂതങ്ങളാകുന്ന കുടം അങ്ങോട്ട് ഉടഞ്ഞു തീർന്നു കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഇതങ്ങോട്ട് ചേർന്നു എന്ന് പറയണ്ടോ? അങ്ങനെയൊന്നുമില്ല. അതവിടെ ഉണ്ട്, ആ ജീവൻ അവിടെയുണ്ട്. അതാണല്ലോ ഹിരണ്യകശിപു ഉപദേശിച്ചപ്പോഴും ഓരോ സ്ഥലത്തും ഉപദേശിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ എന്തിനാണ് ഈ വിഷമിക്കുന്നത്? ശരിക്കും വിഷമിക്കുന്നത് എന്തിനാണ്? നമുക്ക് എപ്പോഴാണ് ഈ ചിന്ത വരുന്ന, അവരെ കുറിച്ച് ചിന്ത വരുന്ന എപ്പോഴാ? നമ്മളുടെ ഉള്ളിൽ ആ ബന്ധുത്വവും ആ സ്നേഹവും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അവരെ കുറിച്ച് ഓർക്കുന്നത്. അപ്പൊ അവര് നമ്മുടെ വിട്ടുപോയോ? ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ആലോചിച്ച് നോക്കിയാൽ വിട്ടുപോയോ? ഇന്നും അല്ലെ, എത്രയോ കാലമായിട്ട് ഇന്നും ഇപ്പൊ മള്ളിയൂർ അദ്ദേഹം, സ്വാമി വിവേകാനന്ദൻ, രമണ മഹർഷി, ചിന്മയാനന്ദ സ്വാമിയൊക്കെ ഇന്നും ജീവിച്ചിരിക്കുന്നു. ജീവന് ശരീരം വേണമെന്നൊന്നുമില്ല. ആ പുണ്യാത്മാക്കളൊക്കെ ഇവിടെ സാധാരണ രീതി എന്താ പറയുക? അദ്ദേഹം പറയാറുണ്ട്, അമ്പലപ്പുഴയിൽ സപ്താഹത്തിന് പോകുമ്പോൾ പറയാറുണ്ട്, നരസിംഹങ്ങൾ മാത്രമേ കുറച്ച് പേരുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. തൂണുകളെ കുറച്ച് തൂണുകൾ മാത്രമേ കാണുള്ളൂ. എന്നാൽ പോലും അദ്ദേഹം നോക്കുമ്പോൾ അങ്ങനെയല്ല. അദ്ദേഹം അവിടെ വസിഷ്ഠൻ, കൃപര്, അതുപോലെ എന്താണ് വേദവ്യാസൻ, ശുഖബ്രഹ്മർഷി, ഇവരൊക്കെ ഇങ്ങനെ നിരന്നിരിക്കുക ഭാഗവതം പറയുന്നത് അല്ലെ. നമ്മൾ പറയാറില്ലേ, രാമനാമം ജപിക്കുന്നിടത്തൊക്കെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാവും എന്ന് പറയില്ലേ? എന്ന് പറഞ്ഞ പോലെ കുറേ ഋഷീശ്വരന്മാരൊക്കെ അവിടെ സാന്നിധ്യമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ വലിയൊരു വേദിയായി. അവിടെ നമ്മുടെ പൂജാമുറി ഇരുന്ന് നമ്മൾ വായിക്കുകയാണെങ്കിൽ പോലും എന്താണ്, അവിടെ ഈ സാന്നിധ്യം ഉണ്ടാവും. അവർക്ക് അശരീരികളായിക്കൊണ്ട് തന്നെ അവരെല്ലാം അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതൊക്കെ നേരാവണ്ണം നടന്നു പോകുന്നത്. നമ്മൾ രാവിലെ പറയാറില്ലേ അല്ലേ, ഋഷീശ്വരന്മാരുടെ ആ തപസ് കൊണ്ടൊക്കെയാണ് നമുക്കിതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു മഹാത്മാക്കള് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള രീതിയിൽ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ചൈതന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുക, മറന്ന് സ്നേഹിക്കാൻ സാധിക്കുക. എന്നോട് എങ്ങനെ എത്ര സ്നേഹമുണ്ടോ അത്രയും സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുക. അതിനൊക്കെ ഉത്തമ ഉദാഹരണം ഇത് തന്നെയാണ്. ഈ ശ്വാസത്തെ ഓർത്താൽ മതി. അതുകൊണ്ടാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. വിശേഷേണയുള്ള ഈ ശ്വാസം, അതാണ് വിശ്വാസം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ എന്താണ്, ആരെയും നമുക്ക് വേറെയായിട്ട് കാണാൻ സാധിക്കരുത്. പിന്നെ ലോകാസമസ്ത സുഖിനോ ഭവന്തു അല്ലെ, അത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലോകത്തിന് മുഴുവൻ സുഖം ഉണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവകാശവും ഇല്ല. ഉണ്ടോ? ലോകത്തിന് മുഴുവൻ സുഖം ഉണ്ടാവണേന്ന് നമുക്ക് പറയാൻ എന്ത് അധികാരമുള്ള? ഒന്നുമില്ല. പിന്നെ എന്താണ് നമുക്കൊന്ന് പറയാം, ലോകത്തോട് ഞാൻ വ്യവഹരിക്കുമ്പോൾ എനിക്ക് സുഖമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവണേ എന്ന് പറയാം. എനിക്ക് സുഖമായിട്ടൊരു അവസ്ഥ ഉണ്ടാകണേ ആര് തീരുമാനിക്കണം? നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ മനോഭാവം അല്ലെ, നല്ലത് കാണാൻ സാധിക്കുക, നല്ലതിനെ നല്ലതായിട്ട് ചിന്തിക്കാൻ സാധിക്കുക. ഇപ്പൊ നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ എന്താണ്, നമുക്ക് നല്ലതിനോട് ചേർത്ത് വെക്കാൻ സാധിക്കുക. അപ്പൊ നമുക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാവുന്നില്ല. ഈ ദുഃഖം ഉണ്ടാവുന്നതിന്റെ ഒക്കെ കാരണം മുഴുവൻ എന്താണ്, തെറ്റിദ്ധാരണയാണ്. തെറ്റിച്ച് ഓരോന്നും ചിന്തിക്കുക, അത് നമുക്ക് ദുഃഖത്തിന് കാരണമാകുന്നു. അപ്പം അതിനും ഭഗവാനോട് പറയാൻ നിവൃത്തിയുള്ളൂ അല്ലെ. നമുക്ക് ലോകത്തോട് വ്യവഹരിക്കുമ്പോൾ സുഖം എന്നുള്ളൊരു അവസ്ഥ എല്ലാവരിലും സുഖമുണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കണം എന്ന് പറയുമ്പോൾ ഒരേ അർത്ഥം തന്നെയാണ് അവിടെ ശരിക്കും. പിന്നെയോ കായേന വാച മനസേന്ദ്രിയേർവാ, നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ആയിക്കോട്ടെ ഗുരുവായൂരപ്പ, അതൊക്കെ എനിക്ക് സമർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യാൻ സാധിക്കണേ. ആർക്കും വേദനിക്കാത്ത രീതിയിൽ ആവണേ എൻ്റെ കർമ്മങ്ങൾ അല്ലെ. നമുക്ക് അറിയാതെ പോലും മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചുകൊണ്ട് ചിലപ്പോൾ വേദനിക്കാം. അങ്ങനെ പോലും വരാതിരിക്കാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതാണ് സമർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുന്നത്. പിന്നെ ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങൾക്കും സുഖം എന്നുള്ളൊരവസ്ഥ ഉണ്ടാവട്ടെ, നിത്യാനന്ദം അനുഭവിക്കട്ടെ. നിത്യാനന്ദം അനുഭവിക്കുന്ന എപ്പോഴാണ്? അജ്ഞത മാറുമ്പോഴാണ് അല്ലേ. അപ്പം അത് അനുഭവിക്കട്ടെ. പിന്നെയോ ആർക്കും ആമയങ്ങള് രോഗങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഗുരുവായൂരപ്പ. പിന്നെയോ എല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങൾ അത് മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് വരട്ടെ, ആർക്കും വേദനിക്കാതെ അത് ഉപകാരമായിട്ട് അത് വരട്ടെ. മാ കശ്ചിൽ ദുഃഖം എന്നുള്ളൊരവസ്ഥ
ഒരു ഇറുമ്പിന് പോലും ഉണ്ടാവരുതേന്ന് ഉള്ളൊരു പ്രാർത്ഥന. ഈ ഒരു ഭാവമാണ് നമുക്ക് ഇത്രയും 7 ദിവസമോ അല്ലെങ്കിൽ 9 ദിവസമോ നമ്മൾ ഇത്രയും ഓരോ പ്രകടനത്തിലൂടെയും നമ്മൾ ഉറപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാവം ജീവിതത്തിൽ കൊണ്ടുവരാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക നിവൃത്തിയുള്ളൂ അല്ലെ. നമുക്ക് ഈ ഒരു ആർദ്രഭാവം, ആർക്കും ദുഃഖമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുക. നമുക്ക് ആ 4 ശ്ലോകങ്ങൾ ചൊല്ലി നേരെ നാരായണീയ ആരതിയിലേക്ക് പ്രവേശിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. നാരായണീയ ആരതി ചൊല്ലാം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഞാൻ ചൊല്ലട്ടെ. ആയിക്കോട്ടെ. ഓം ജയ ജഗദീശ ഹരേ സ്വാമി, ജയ ജഗദീശ ഹരേ. ജയ ഗുരുമാരുത മന്ദിരനാഥ, ജയ ജഗദീശ ഹരേ. കൃഷ്ണ ജയ ജഗദീശ ഹരേ. ശരണം നീയേ ഭഗവൻ, ശരണം നീ തന്നെ. ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ. ശിരസിൽ ചാർത്തി കുവലയദള നീല, പ്രഭു കുവലയദള നീല.
ശരണം നീയേ ഭഗവൻ ജയ ജയ നന്ദകുമാര ഹരേ ഓം ജയ ജഗദീശ ഹരേ ഹേ യദുവംശ വിഭൂഷണ നീയൻ സ്വാമി പ്രഭു നീയൻ സ്വാമി ഗോപികമാരുടെ പ്രിയനേ പ്രഭു അന്തര്യാമി ഓം ജയ ജഗദീശ ഹരേ ഹേ ഗോവർദ്ധനധാരി ദ്രൗപദി ദുഃഖഹര പ്രഭു ദ്രൗപദി ദുഃഖഹര എന്നുടെ ദുഃഖവും തീർപ്പോ പ്രഭു മംഗളകാരിണി ഓം ജയ ജഗദീശ ഹരേ ഹേ ഭട്ടതിരി പ്രിയ കൃഷ്ണ രോഗനിവാരണനേ സ്വാമി രോഗനിവാരണനേ എന്നുടെ രോഗമകറ്റൂ സ്വാമി ഭക്തജനപ്രിയനേ ദേവ ജയ ജഗദീശ ഹരേ ഓം ജയ ജഗദീശ ഹരേ സ്വാമി ജയ ജഗദീശ ഹരേ ശരണം നീയേ ഭഗവൻ ശരണം നീ തന്നെ ഓം ജയ ജഗദീശ ഹരേ ഓം ജയ ജഗദീശ ഹരേ ഗോവിന്ദ ഗോവിന്ദ. ഭാഗവത ആരതി ചൊല്ലാം. രാഖി അരുൺ ചൊല്ലിക്കോളൂ. ഇല്ല, രാഖി അരുൺ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രാഖി അരുണാണ് എല്ലാം പറയുന്നത്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. രാഖിയാണ് എല്ലാം പറയും. രാഖി രാഖി അരുൺ ചൊല്ലു. രാഖി അരുൺ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ അൺമ്യൂട്ടാക്കൂ. മ്യൂട്ടിലാണ്, അൺമ്യൂട്ടാക്കൂ. കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ രാഖി ഭാഗവത ആരതിയോ അല്ലേ? കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. അറിയില്ലേ? രാമ ഹരേ രാമ. ഇല്ലെങ്കിൽ സതി ചൊല്ലിക്കോളൂ. സതി ഡൽഹിന്ന് സതിയില്ലേ? സതി ഡൽഹി ചൊല്ലിക്കോളൂ. ഹരേ രാമ രാമ ബുക്ക് എടുത്തിട്ട് വരട്ടെ. രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഒരു പാട്ട് പാടട്ടെ? പാടിക്കോളൂ. ഹരേ രാമ തൊഴാം കണ്ണ കാർമുകിൽ വർണ്ണ കൈതവം തീർക്കുവാൻ കാലടിയങ്ങുമേ കൈതൊഴാം കണ്ണ. ശബരിയിൽ നീലയ പിലികൾ ചൂടി ശബരിയിൽ നീലയ പിലികൾ ചൂടി കാനന മുരളിയിൽ
ഗാനങ്ങളൂതി ശബരിയിൽ നീല കിളികൾ ചൂടി കാനന മുരളിയിൽ ഗാനങ്ങളൂതി കാലികൾ മെഞ്ഞിടും വനങ്ങളിലൂടെ കളിയാടും രൂപം കാണണമെങ്ങുമേ കൈതൊഴാം കണ്ണാ. കൗമുദി മോഹന പുഞ്ചിരി തന്നിൽ കൗമുദി മോഹന പുഞ്ചിരി തന്നിൽ പൂമുഖമുള്ളത്തിൽ കാണണം ദേവ കൗമുദി മോഹന പുഞ്ചിരി തന്നിൽ പൂമുഖമുള്ളത്തിൽ കാണണം ദേവ പവന നിൻപദം താണുതൊഴും നേൻ പാപവിനാശന പാദരം ദേവാ കൈതൊഴാം 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 കണ്ണാ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഞാൻ ആരതി ചൊല്ലാട്ടോ. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത കിങ്ങിണി പദകമല കൃഷ്ണ കങ്കണ കരയുകള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല ദേവാ ജയ ജയ ഭാഗവത ദധി നവനീത ഹര കൃഷ്ണ തരുണീ ചിത്തഹര ദയയാ പാലയ ദാമോദര ഹരി തുളസീദാമധര ദേവാ ജയ ജയ ഭാഗവത നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടതിരീകൃത സ്തുതിവര ശുഭഫലദ ദേവാ ജയ ജയ ഭാഗവത പൂന്ദാന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജഗദീ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ജയ 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 ഭാഗവത. ഗോവിന്ദ ഗോവിന്ദ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ. ദേവി വാക്യ
മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം കൃഷ്ണ ശരണം മേ തവ വത്സല ശരണം ശരണം മേ തവ ചരണയുഗം പവനപുരേ ശരണം മേ തവ ചരണയുഗം കൃഷ്ണ ശരണം തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ ചരണയുഗം സാംബ സദാ ശിവ ശംഭോ ശങ്കര ശരണം തവ ചരണയുഗം കൃഷ്ണ ശരണം മേ തവ ചരണയുഗം രുക്മിണി വല്ലഭ ശ്രീ ഹരി കൃഷ്ണ ശരണം മേ തവ ചരണയുഗം പ്രഹ്ലാദ പ്രിയ നരഹരി ശരണം മേ തവ ചരണയുഗം കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം കൃഷ്ണ ശരണം മേ തവ ചരണയുഗം കൃഷ്ണ ശരണം മേ തവ ചരണയുഗം കൃഷ്ണ ശരണം ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പതിവ് പോലെ നമുക്ക് ആ ഉറക്കപ്പാട്ട് പാടി അല്ലേ ഭഗവാനെ ഉറക്കുക. ഇനി അടുത്ത നവാഹമോ ദ്വാദശാഹോ അല്ലേ ഇനി കുറയ്ക്കാൻ പറ്റുമല്ലോ. ഇനിയിപ്പം നവാഹമായിട്ട് തന്നെ പോകേണ്ടി വരില്ലേ അല്ലേ. പുറകോട്ട് വെച്ചാൽ മോശമല്ലേ. അപ്പൊ ഇനി ദ്വാദശാഖ ആണോ എന്താണെന്നറിയില്ല ഭഗവാൻ നിശ്ചയിക്കുന്നത്. അതിന് വരെ നമുക്ക് ആ ഭഗവാൻ എല്ലാവരുടെയും 9 ദിവസമായിട്ട് നമ്മുടെ ഒക്കെ വീടുകളിൽ ഓടി നടക്കുകയാണ് കണ്ണൻ. അതെ അതെ. അപ്പം ഇനി കണ്ണനെ ഒന്ന് ഓർക്കാം. എല്ലാവരുടെയും മനസ്സിൽ ആ ഹൃദയമാകുന്ന ശ്രീകോവിലില് സുവർണ പീഠം, ആ പീഠത്തില് പഞ്ഞി കൊണ്ടുള്ള മെത്ത വിരിച്ച് അതിന്റെ മുകളിൽ നല്ല പട്ട് വിരിച്ച് യശോദ തൻ്റെ മാറത്ത് എങ്ങനെയാണോ കണ്ണനെ അലങ്കരിച്ച് കിടത്തിയിരിക്കുന്നത് അതുപോലെ ആ പാദങ്ങളില് കാഞ്ചികൾ ധരിച്ചിരിക്കുന്നു. പാദസരങ്ങളില് നൂപുരങ്ങളില് മണികളോട് കൂടിയിട്ടുള്ള നൂപുരങ്ങള്, മനോഹരമായിട്ടുള്ള ജംഘ, തിരുജാനുക്കൾ അല്ലെ, തൃത്തുടകൾ, ഉയർന്നു നിൽക്കുന്ന തൃത്തുടകൾ, ഓരാ ആ പീതാംബരപ്പെട്ട് പൊന്നരഞ്ഞാണം, ധാരാളം രത്നമാലകൾ അണിഞ്ഞൊരുങ്ങിയും ഭഗവാനെ യശോദാമ വനമാല ധരിച്ചിരിക്കുന്നു. 4 കൈകളില് പമ്പരം, ഓടക്കുഴല് തുടങ്ങിയതായിട്ടുള്ള കളിപ്പാട്ടങ്ങള്, വാലിട്ടെഴുതിയതായിട്ടുള്ള ഭഗവാന്റെ ആ തിരുനേത്രങ്ങൾ, ഉയർന്ന തിരുനാസിക, ലീലതകളെ പോലെ ശോഭിക്കുന്ന ഭഗവാന്റെ പുരികക്കൊടികൾ, വിടർന്ന മാർവിടം, ആ വിടർന്ന നെറ്റിത്തടം, ആ നെറ്റിത്തടങ്ങളിലോ ധാരാളം അളകങ്ങള്, പലതരത്തിലുള്ള ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നു. അതിലൊക്കെ ഉപരി ആ ഭഗവാന്റെ തിരുഗോപിക്കുറി ഉയർന്നു നിൽക്കുന്നു. മാടി വെച്ചിട്ടുള്ള ആ ഭഗവാന്റെ കേശഭാരത്തിൽ നല്ല പൊന്നിൻ കിരീടം, ധാരാളം വിലയേറിയ രത്നങ്ങൾ പതിച്ചതായിട്ടുള്ള പൊന്നിൻ കിരീടം പോരാ, അതിന്റെ മുകളിലുള്ള തിരുമുടിമാല, അതിൻ്റെ മുകളിലായിക്കൊണ്ട് ആ മയിൽപ്പീലി ചാർത്തിയിരിക്കുന്നു. ആ കണ്ണൻ യശോദാമയുടെ മാറത്ത് ചേർന്ന് യശോദ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കും നമ്മളുടെ ആ ഹൃദയമാകുന്ന ശ്രീകോവിലേക്ക് കണ്ണനെ ചേർത്ത് വെക്കാം. ഈ 9 ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയതായിട്ടുള്ള ഈ ഒരു രത്നം നമ്മളുടെ ഹൃദയത്തിൽ എന്നും അത് തിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ
ഉറക്കപ്പാട്ടിലേക്ക് കിടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ. കണ്ണാ കാർമുകിൽ വർണ്ണനാം കണ്ണാ കണ്ണും പൂട്ടിയുറങ്ങുക കണ്ണാ. കണ്ണാ കാർമുകിൽ വർണ്ണനാം കണ്ണാ കണ്ണും പൂട്ടിയുറങ്ങുക കണ്ണാ. നാളെ കാലത്തു പൈക്കളെ മേയ്ക്കാൻ കാട്ടിൽ പോകേണ്ടതോർത്തില്ലേ കണ്ണാ. കണ്ണാ കാർമുകിൽ വർണ്ണനാം കണ്ണാ കണ്ണും പൂട്ടിയുറങ്ങുക കണ്ണാ. എണ്ണ തേച്ചു കുളിപ്പിച്ചു നന്നായി വാസനക്കുറി തൊട്ടിടാം കണ്ണാ. പൊന്നിൻ കിങ്ങിണി കെട്ടിടാം കണ്ണാ പട്ടും കോണമുണ്ടല്ലോ കണ്ണാ. കണ്ണാ കാർമുകിൽ വർണ്ണനാം കണ്ണാ കണ്ണും പൂട്ടിയുറങ്ങുക കണ്ണാ. കണ്ണിലഞ്ജനമെഴുതേണം കണ്ണാ പീലി കണ്ണുമുടിയിലും ചൂടാം. മഞ്ഞ പട്ടു നുടുത്തിടാം കണ്ണാ നല്ല വേഷങ്ങൾ കെട്ടിച്ചൊരുക്കാം. കണ്ണാ കാർമുകിൽ വർണ്ണനാം കണ്ണാ കണ്ണും പൂട്ടിയുറങ്ങുക കണ്ണാ. കാലത്തു നെയ്യു കൂട്ടി നല്ല പുത്തരി ചൂറുണ്ണാം പായസവും. കണ്ണാ കാർമുകിൽ വർണ്ണനാം കണ്ണാ കണ്ണും പൂട്ടിയുറങ്ങുക കണ്ണാ. മണ്ണു തിന്നു നടക്കല്ലേ കണ്ണാ ദണ്ണം വന്നു പിടിക്കില്ലേ കണ്ണാ. കുഞ്ഞി കൈകളിൽ വെണ്ണയും പാലും പഞ്ചസാരയും നൽകിടാം കണ്ണാ. കണ്ണാ കാർമുകിൽ വർണ്ണനാം കണ്ണാ കണ്ണും പൂട്ടിയുറങ്ങുക കണ്ണാ. കണ്ണും പൂട്ടിയുറങ്ങുക കണ്ണാ. കണ്ണും പൂട്ടിയുറങ്ങുക കണ്ണാ. ഭാഗവതം ശ്രീമദ് ഭാഗവതം ഭാഗവതം ശ്രീമദ് ഭാഗവതം വ്യാസരചിതമാ വാങ്മയതീർത്ഥം വിശ്വമടങ്ങോ വിരാട് ഭാവം ആ ഭക്തിയുണരുന്ന ജപമന്ത്രമായി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ.
ഭാഗവതം ഭാഗവതം ശ്രീമദ് ഭാഗവതം. പ്രകൃതിയും മാനവ ഹൃദയവും ഒന്നാം ഉണ്മയിലുതീരും ജ്ഞാനാമൃതം. പ്രകൃതിയും മാനവ ഹൃദയവും ഒന്നാം ഉണ്മയിലുതീരും ജ്ഞാനാമൃതം. അറിയുക ബോധസ്വരൂപം, അതു തിരിച്ചറിവിന്റെ ലോകം. അറിയുക ബോധസ്വരൂപം, അതു തിരിച്ചറിവിന്റെ ലോകം. സനാതനം ഇതു സനാതനം, സനാതനം ഇതു സനാതനം. ഭാഗവതം ശ്രീമദ് ഭാഗവതം ഭാഗവതം ശ്രീമദ് ഭാഗവതം. ധർമ്മവും പരമമാ സത്യവുമൊന്നാം തത്വത്തിലുയരും ഭജനാമൃതം. ധർമ്മവും പരമമാ സത്യവുമൊന്നാം തത്വത്തിലുയരും ഭജനാമൃതം. പകരുക ആത്മീയ ഗംഗ, ഇനി പുതിയൊരു ജീവിതചര്യ. പകരുക ആത്മീയ ഗംഗ, ഇനി പുതിയൊരു ജീവിതചര്യ. സനാതനം ഇതു സനാതനം, സനാതനം ഇതു സനാതനം. ഭാഗവതം ശ്രീമദ് ഭാഗവതം ഭാഗവതം ശ്രീമദ് ഭാഗവതം. വ്യാസരചിതമാ വാങ്മയതീർത്ഥം വിശ്വമടങ്ങുമി വിരാട് ഭാവം. ആ ഭക്തിയുണരുന്ന ജപമന്ത്രമാ സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി.